Okay. Yesterday we started a problem. Okay. So we have been discussing uh, histogram equalization. Okay. So you have been given a matrix, right? And you calculated the histogram of that particular matrix, and after that, I mean, you made a table that is gray level versus number of pixels, number of occurrence, and now you calculated, I think, running sum, right? Okay. Can you read that running sum? Running sum എന്തായിരുന്നു കിട്ടിയത്? എന്തായിരുന്നു അഭിജിത്ത്? 006662025. ഒന്ന് നക്ഷത്രത്തിൽ പറയാം, കഴിക്കുന്നില്ല. 0 ഓക്കെ 0 6 006 ആണോ? 6 6 6 6 6 6 4 6 ഓക്കെ. പിന്നെ 2025 2025. ഓക്കെ. ഓക്കെ. സോ വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? എന്താ? റണ്ണിങ് സം ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് അല്ലേ? റണ്ണിങ് സം ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ആയിരുന്നു. ഓക്കെ. സോ ഹിയർ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ എത്രയാ? ഹൗ മെനി നമ്പേഴ്സ് ആർ ഹിയർ? 25. 25. അപ്പം നമ്മൾ ജസ്റ്റ് എഴുതുക 0/25, 0/25, ഓക്കെ, 6/25, 6/25, 6/20/25, again 25/25. And what is our next step? Fourth step, we have to multiply the result with the maximum gray level അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം വിത്ത് മാക്സിമം ഗ്രേ ലെവൽ. സോ വാട്ട് ഈസ് എ മാക്സിമം ഗ്രേ ലെവൽ ഹിയർ? ഈ ഒരു പിക്സലിലെ മാക്സിമം ഗ്രേ ലെവൽ എത്രയായിരിക്കും? 7 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 0/25 into 7. ഓക്കെ, 0/0 എന്ന് വരും. ഇതിനെ ജസ്റ്റ് കാണിക്കോട്ടെ, നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. 6/25 into 7 അത് എഴുതുമോ എല്ലാവരും? ഓക്കെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്താ? റൗണ്ട്. വി ഹാവ് ടു റൗണ്ട് ഓഫ് ദിസ് റിസൾട്ട്. ദാറ്റ് മീൻസ് റൗണ്ട് ഓഫ്. ഇപ്പൊ എബവ് ഇൻഡിജർ ആയിട്ട്, നേരെ മുകളിലുള്ള ഇൻഡിജർ ആയിട്ടാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ വരും? പറ. 0 0. ഇവിടെ എന്ത് വരും? ആക്ച്വലി എന്താ വരും? പറ. 6 into 7/25 എത്രയായിരുന്നു? എത്രയാ വരുന്നത് അഭിജിത്ത്? 1.68. അപ്പം 2ലേക്ക് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? കാണിക്കും. അടുത്ത അഗൈൻ 6/10 അത് തന്നെ വരുമല്ലോ, 2 തന്നെ വരും. ഇവിടെയും 2 വരും, ഇവിടെയും 2 വരും. ഇവിടെ എന്താ വരുക? 5.6. 5.6 can be written as 6. Okay. Next what is അടുത്ത 25/7 വരും അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ റിസൾട്ട് ഇത്ര വരെ എഴുതിയോ എല്ലാവരും?
മനസ്സിലായില്ലേ എഴുതിയതല്ല? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിതിനെ മാപ്പ് ചെയ്യണം. നമ്മൾ ഓവറോൾ ഗ്രേ ലെവലുമായിട്ട് മാപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതിയ ഗ്രേ ലെവൽ ഉണ്ടായിരുന്നു വാല്യൂസ് അല്ലെ. അപ്പൊ ഇതിലിങ്ങനെ നിങ്ങൾ അടുത്ത ലൈൻ എഴുതുക ഓവറോൾ ഗ്രേ ലെവൽ. ഓക്കെ. പിന്നെ ഹിസ്റ്റോഗ്രാം ഇക്വലൈസ്ഡ് വാല്യൂസ്. ഇപ്പം നമുക്ക് മുകളിൽ കിട്ടിയ വാല്യൂ ആണ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസ്ഡ് വാല്യൂസ്. സോ യു ഹാവ് ടു മാപ്പ് ദീസ് വാല്യൂസ് വിത്ത് ഓവറോൾ ഗ്രേ ലെവൽ. ഓവറോൾ ഗ്രേ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? 0, 1, 2, 3, 4. We have 8 levels. That is, ഇനി എന്ത് ചെയ്യാം? നിങ്ങൾ ഇതുമായിട്ട് മാപ്പ് ചെയ്യാം. 0ന്റെ പ്ലേസിൽ 0, 1ന്റെ പ്ലേസിൽ അഗൈൻ 0, 2ന്റെ പ്ലേസിൽ 2, 3ന്റെ പ്ലേസിൽ 2, 4ന്റെ പ്ലേസിൽ 2, 5ന്റെ പ്ലേസിൽ 2, ന്റെ പ്ലേസിൽ 6, 7. എഴുതി മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ മെട്രിക്സിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യണം. വി ഹാവ് ടു ജനറേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ മെട്രിക്സ്. ആ മെട്രിക്സ് എന്തായിരുന്നു? സാറേ ഞാൻ ഹിസ്റ്റോഗ്രാം വാല്യൂ എഴുതിയേ. എങ്ങനെ? ഹിസ്റ്റോഗ്രാം വാല്യൂ മനസ്സിലായിട്ട് എഴുതിയ ഈ വാല്യൂ അങ്ങനെ തന്നെ എഴുതോ, എടുത്തെഴുതോ. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂസ് ഉണ്ടല്ലോ, റിസൾട്ട് റൗണ്ട് ചെയ്ത് കിട്ടിയ റിസൾട്ട് 0, 0, 2, 2 ഇങ്ങനെയാണ് കിട്ടിയത്. മനസ്സിലായോ പറഞ്ഞ? അതെടുത്ത് എഴുതുക. അപ്പൊ 0ന്റെ പ്ലേസിൽ 0 മുതൽ 7 വരെയല്ലേ നമ്മുടെ വാല്യൂസ് ഉള്ളത് ആക്ച്വലി. അപ്പൊ അതിന് നേരെ എന്ത് ചെയ്ത് നമ്മൾ എടുത്ത് എഴുതി. 0ന്റെ പ്ലേസിൽ 0, 1ന്റെ പ്ലേസിൽ 0, അത് നേരെ എടുത്ത് എഴുതും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ. റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളെ ഇമേജ് ഒറിജിനൽ തന്ന ഇമേജ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് തന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഉള്ളത് നോക്കാം. 6ന്റെ പ്ലേസ് 6 തന്നെ എഴുതേണ്ടി വരിക. 7ന്റെ പ്ലേസിൽ 7 ആണ് അല്ലെ. 5ന്റെ പ്ലേസിൽ ആക്ച്വലി ഇതിൽ അങ്ങനെ ഇല്ലല്ലോ. ഇത് ആക്ച്വലി ഇക്വലൈസ് ചെയ്ത ഇമേജ്. നിങ്ങൾ അതേ സെയിം ഇമേജ് തന്നെ വരുന്നുണ്ടോ അല്ല? നോക്കിയാൽ നിങ്ങൾ എഴുതി നോക്കിയേ. പറഞ്ഞ മനസ്സിലായ ഞാൻ? 6ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഉള്ളത് ഇവിടെ? 6 ആണ്. 7ന് കറസ്പോണ്ടിങ് ആയിട്ട് 7 ആണ്. അപ്പൊ 7 വരുന്നിടയ്ക്കല്ല 7 എഴുതുക, 6 വരുന്നിടയ്ക്കല്ല 6 എഴുതുക. 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്താണ്? ഇവിടെ 2 ആണ്. അപ്പൊ 5 വരുന്ന പ്ലേസിലെല്ലാം 2 എഴുതണം. 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 ആണ്. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 ആണ്. 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 ആണ്. 1ന് കറസ്പോണ്ടിങ് 1 വരുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ 0 വെച്ച് റീപ്ലേസ് ചെയ്യണം. ആക്ച്വലി ഈ ഇമേജ് ഓൾറെഡി ഹിസ്റ്റോഗ്രാം ഈക്വലൈസ്ഡ് ഇമേജ് ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയ വേരിയേഷൻ വരുന്നില്ല എന്ന് തോന്നുന്നു. സാർ ഇവിടെ 5ഉം 4ഉം 3ഉം ഇല്ലല്ലോ. അതന്നെ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ആക്ച്വലി അതേ വാല്യൂ തന്നെ വരുമോ? തൽക്കാലം നിങ്ങൾ അതന്നെ എടുത്ത് എഴുതിക്കോ. ഞാൻ പറഞ്ഞ മനസ്സിലായ? 6ന്റെ പ്ലേസിൽ 6 തന്നെ വരും. അതേ സെയിം വാല്യൂ തന്നെ അതൊന്നും വരുന്നല്ലേ? ഓക്കെ, അതെടുത്ത് എഴുതാം. അടുത്തൊരു പ്രോബ്ലം തരാം, അന്നേരം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സ്റ്റെപ്പ് മനസ്സിലായില്ലേ ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾ എടുത്തെഴുതുക പെട്ടെന്ന്. ഓക്കെ, സൗമ്യ മനസ്സിലായോ? ചെയ്യേണ്ട സ്റ്റെപ്സ് മനസ്സിലായോ? ശിശിര? മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. എഴുതിക്കോളൂ. പെർഫോം ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ. Perform histogram equalization. Perform histogram equalization of the image. Perform histogram equalization of the image for 3, 4, 5, 4, 3, 3,
5, 5, 5, 3, 3, 4, 5, 4, 3, 4, 4, 4, 4, 4. Okay. So you got a 5x5 image. അപ്പം ഇതേപോലെ ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു write the histogram of that particular image. Okay, now you have to calculate, after that you can calculate running sum, and running sum divided by total number of pixels and multiply that particular result with the highest available value, and the last step is to round off that result. Okay, after that you can replace with the corresponding obtained value with the original image. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയില്ല എല്ലാവരും? എഴുതിയില്ലേ? സനില എഴുതിയോ? പാർവതി? ദീപ്തി? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹിസ്റ്റോഗ്രാം എഴുതുക കേട്ടോ. ഫസ്റ്റ് ഹിസ്റ്റോഗ്രാം എഴുതുക. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, ഹിസ്റ്റോഗ്രാം എഴുതിയോ? എന്താ വരുന്നത്? ജസ്റ്റ് വായിച്ചാൽ മതി. 0 എത്ര ടൈംസ് വന്നു? എഴുതിയോ നിങ്ങൾ? അഭിജിത്ത് എഴുതിയോ? എഴുതിക്കൊണ്ടിരിക്കണം. ഓ, എഴുതിക്കൊണ്ടിരിക്കുന്ന 0 0 ടൈംസ്. എഴുതിയിട്ടുണ്ട്. ഓക്കെ,
ഗ്രേയില് നമ്പർ ഓഫ് പിക്സൽസ് അങ്ങനെ എന്താ കിട്ടിയത് പറയൂ ഒന്ന് ജസ്റ്റ്. 0 1 2 3 4 5 6 7 എന്തൊക്കെയായിരുന്നു വന്നത്? 0 എത്ര ടൈംസാണ് ഉള്ളത്? 0 times. 0 അല്ല. ഓക്കെ, 1 0 ടൈംസ്, again 2 0 ടൈംസ്, 3 എത്ര പ്രാവശ്യം വന്നു? 6 times. 6 ടൈംസ് അല്ലേ. ആൻഡ് 4 14 അല്ലേ. 5 5 times. 5 times, and 6 occurred 0 times, and 7 also occurred 0 times, right? അങ്ങനെയല്ലേ കിട്ടിയത്? ഇത് ഗ്രേ ലെവല് the number of occurrence അല്ലെങ്കിൽ നമ്പർ ഓഫ് പിക്സൽസ് എഴുതാം. ഓക്കെ, അതിന് അടുത്ത് നിങ്ങൾ യു ഹാവ് ടു കാൽക്കുലേറ്റ് റണ്ണിങ്സും കാണും. അപ്പം 0 എന്താ കിട്ടിയത്? 0 0 6 20 25 25 25 ഇതാണോ കിട്ടിയത്? എങ്ങനെയാണ് കിട്ടിയത് അഭിജിത്ത്? Sir. Okay, so the next step is to divide running sum by total number of pixels. ഇതിനെ total number of pixels വെച്ച് ഡിവൈഡ് ചെയ്യണം. നമുക്ക് എഴുതാം 0 0 0 6 by 25 20 by 25 25 by 25 25 by 25 again 25 by 25, right? Now you have to അടുത്ത സ്റ്റെപ്പ് എന്താ? You have to multiply the above result with the maximum gray level. So you have to multiply with the 7. So again you got 0 0 0 6 by 25 into 7 6 20 by 25 into 7 25 by 25 into 7 again 25 by 25 into 7, okay, again 25 by 25 into 7. Okay, അപ്പം എന്താ റൗണ്ട് ചെയ്തോ നിങ്ങൾ? Zero, 0, 0 0, 2, 2 6, 6 Max 7, 7 7 7 അങ്ങനെയാണോ വന്നത്? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? You have to map this result with original gray level. Original gray level ആയിട്ട് മാപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒറിജിനൽ ഗ്രേ 0 1 2 3 4 5 6 7 ഇതാണ് ഗ്രേ ലെവൽ. അതുമായിട്ട് മാപ്പ് ചെയ്തിട്ട് എഴുതും. ഇതാണ് മാപ്പിംഗ് വരിക. നിങ്ങൾ എടുത്തെഴുതണം, താഴെ എടുത്തെഴുതണം. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതിന് ഓരോ സ്റ്റെപ്പിൽ അത് എടുത്തെഴുതണം കേട്ടോ. എന്താ സ്റ്റെപ്പ് എന്നുള്ളത് യു ക്യാൻ ഇൻഡിക്കേറ്റ്. അപ്പം ഇത് കിട്ടി, ഓക്കെ ആണല്ലോ. അപ്പം യു ഹാവ് ടു റീപ്ലേസ് 0 by 0, okay, 1 by 0, again 2 by 0, 3 by 2, 4 by 6, okay, 5 6 7, 5 6 and 7 can be replaced by 7. Okay, അങ്ങനെ എഴുതുമോ? എന്താ കിട്ടുന്നത് നോക്കി. എന്ന് പറയുന്നത് ഈ സംഭവമില്ല, അതായത് 6 14 15 അതായത് 4 എടുക്കാം. എന്ത് ചെയ്യാം നമ്മളിപ്പോൾ? ഓക്കെ, അശ്വിത മനസ്സിലായോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി സ്റ്റെപ്പ് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. എന്നാ ചെയ്ത് നമ്മൾ ഹിസ്റ്റോഗ്രാം എഴുതുന്ന അറിയില്ലേ? അതിനുശേഷം എന്താ ഇത്? ഇപ്പൊ ഇവിടെ നമ്മൾ ഹിസ്റ്റോഗ്രാം എഴുതിയ ഈ ഒരു സ്റ്റേജിൽ ഇവിടെ ഹിസ്റ്റോഗ്രാം എഴുതി. അതിനുശേഷം നമ്മൾ റണ്ണിങ് സം കണ്ടുപിടിക്കുക. ഓക്കെ, റണ്ണിങ് സം കണ്ടുപിടിച്ചതിന് ശേഷം അതിനെന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ്, ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ ഇത് 5 by 5 ഇമേജ് ആണ് അല്ലേ. സോ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽ വിൽ ബി 25.
So you can divide every pixel with the total number of pixels. Upon the 0, 0, 0, 6 by 25, 20 by 25, 25 by 25, row. After that, you can multiply that particular result with the highest number of gray level. Here, highest number of gray level in order. Bit in the highest level 5 on. So 5 represent bit 3 bits. But 3 bit the maximum gray level will be 7 on. So you can multiply that particular result with 7. Now 7 which multiply in the 0, 0, 0, 7 chedi. A result round 6 into 7 by 25. Our result you have to round off to nearest integer. Result 0, 0, 0, 2, 6, 7, 7, 7. Okay. You have to map with the original gray level. Original gray level is 0 to 7 gray level. That's why you map. But 0, this 0 is the value. Original gray level is 0 is the value. That value will be replaced by 0. Again, 1 will be replaced by 0. 2 will be replaced by 0. 3 will be replaced by 2. 4 will be replaced by 6. From 5, 6, 7. These values will be replaced by 7. So, we will last 4 4 4 corresponding item the 6 alla. 4 in the place 6 which replace here. Okay. And 3 in the place 2. Okay. You can replace 3 by 2. 3 value you can replace by 2. 2 ആക്കിയിട്ട് മാറ്റുക. അങ്ങനെ ഓരോന്നും മാറ്റുക. 4 പകരം 6. 4 വരുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക 6 എഴുതുക. പിന്നെ അതുപോലെ 5 വരുന്ന പ്ലേസിൽ 7 എഴുതുക. അപ്പോൾ ആ രീതിയിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇമേജ് മാറ്റി എഴുതുക. അപ്പോൾ എന്താ വരുക? ഇമേജ് കിട്ടി എഴുതിയോ അഭിജിത്ത? എഴുതിയോ? എന്താ വരുന്നത്? 6 അടുത്ത 2 വരുന്നില്ലേ? 2 6 7 6 2 7 7 7 2 7 6 2 2 6 7 6 2 in the last row all the elements are 6. Actually നിങ്ങൾക്ക് ഈ ഒരു മെട്രിക്സ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നുപോയത്, മാറിപ്പോയതാണ്. ഇതാണ്. അപ്പോൾ ഈ ഇമേജിൽ എന്താക്കി മാറ്റി? This original image will be converted to histogram equalized image. മനസ്സിലായോ? ഇത് എക്സാമിന് യൂഷ്വലി ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. വളരെ എളുപ്പമായിട്ടുള്ള പ്രോബ്ലമാണ്. 7 മാർക്ക് 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മാർക്ക് കളയാതിരിക്കുക. So this is the histogram equalized image of that original image. Histogram equalized image. So what is the purpose of histogram equalization? That is a uniform distribution of pixel value. Intensity value നമ്മൾ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ എന്ന് പറയുന്നത്. So this is the histogram equalized image. Okay. എഴുതിയോ എല്ലാവരും? സൗമ്യ ക്ലിയർ ആണോ പറഞ്ഞത്? ശിശിര, ഹർഷ്, മനസ്സിലായോ? ഹർഷ? ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലം എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണം. എല്ലാം അധിക ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പം വളരെ എളുപ്പമാണ് ഈ പ്രോബ്ലം. ഓക്കെ. ദീപ്തി ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. അരുൺ? ആ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്നായിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഇത്രയും ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? പോയിന്റ് പ്രോസസ്സിംഗ് ആയിരുന്നു അല്ലേ? പോയിന്റ് പ്രോസസ്സിംഗ്, അതായത് പിക്സൽ ബൈ പിക്സൽ വിൽ ബി ട്രാൻസ്ഫോം an image
പിക്സൽ ബൈ പിക്സൽ, അതായത് പോയിന്റ് പ്രോസസ്സിംഗ് വെച്ചത് ഓരോ പിക്സലിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പിക്സൽ കണ്ടുപിടിച്ചു. നൗ വി ആർ ഗോയിങ് ടു ലേൺ മാസ്ക് പ്രോസസ്സിംഗ്. മാസ്ക് പ്രോസസ്സിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമ്മൾ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ആണ്. സ്പേഷ്യൽ ഫിൽറ്ററിംഗ് നമ്മൾ പഠിച്ചതിൽ ഡയറക്ട്ലി നമ്മൾ പിക്സൽസിന്റെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിനകത്തുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പോയിന്റ് പ്രോസസ്സിംഗ് ആസ് വെൽ ആസ് മാസ് പ്രോസസ്സിംഗ്. ഇപ്പോൾ പോയിന്റ് പ്രോസസ്സിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് പോയിന്റ് പ്രോസസ്സിംഗ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മാസ് പ്രോസസ്സിംഗ്. ഓക്കെ, മാസ് പ്രോസസ്സിംഗ്. അപ്പം സ്പേഷ്യൽ ഫിൽറ്ററിംഗ് അല്ലെങ്കിൽ മാസ് പ്രോസസ്സിംഗിൽ വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് കൺസിസ്റ്റ് ഓഫ് മൂവിംഗ് ദ ഫിൽറ്റർ മാസ് ഫ്രം പോയിന്റ് ടു പോയിന്റ് ഇൻ ആൻ ഇമേജ്. അപ്പൊ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ് പ്രോസസ്സിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ മാസ്കിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഫിൽറ്റർ മാസ്ക് ഈസ് എ സെറ്റ് ഓഫ് ഇന്റൻസിറ്റി ലെവൽ അല്ലെ. ആ ഒരു 3/3 5/5 അങ്ങനെയുള്ള പല റേഞ്ചിലുള്ള ഫിൽറ്റർ മാസ്ക് ഉണ്ടാവും. സോ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫിൽറ്റർ മാസ്കിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് there will be replacement of intensity level. ആ പിക്സൽ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, at each point xy the response of the filter at that point is calculated using a predefined relationship. ഒരു മാസ്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ ഇത് കണ്ടോ. അപ്പോൾ ഇതൊരു മാസ്ക് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു മാസ്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇമേജിന്റെ മുകളിലേക്ക് വെക്കും. ഈ ഇമേജിന്റെ മുകളിലേക്ക് വെക്കും. അപ്പോൾ ആ ഇമേജിന്റെ ഒറിജിനൽ ആദ്യം വെക്കും, ഇത് പ്ലേസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അതിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ആദ്യം റോ വൈസ് ഷിഫ്റ്റ് ചെയ്യും, പിന്നെ കോളം വൈസ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സെൻട്രൽ പിക്സലിൽ എന്ത് ചെയ്യും? സെൻട്രൽ പിക്സലിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് പല രീതിയിൽ മാറും. ആ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്ററിന് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനനുസരിച്ച് പല രീതിയിലായിരിക്കും റീപ്ലേസ് ചെയ്യാം. സോ ഇതിനെയാണ് അതാണ് നമ്മളതിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് മാസ്ക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി മാസ്ക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ഫിൽറ്റർ മാസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്, മൂവിംഗ് ദ ഫിൽറ്റർ മാസ് ഫ്രം പോയിന്റ് ടു പോയിന്റ് ഇൻ ദ ഇമേജ് അല്ലേ. അപ്പൊ ഇതിൽ വേറെ എന്ന് പറയുന്നത് ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു മാസ്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള പിക്സലിന്റെയും മാസ്കിന്റെയും പിക്സൽ വാല്യൂസിന്റെ സം ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഫോർ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ദ റെസ്പോൺസ് ഈസ് ഗിവൺ ബൈ സം ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ദ ഫിൽറ്റർ കോഎഫിഷ്യന്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഇമേജ് പിക്സൽസ് ഇൻ ദ ഏരിയ സ്പാൻഡ് ബൈ ദ ഫിൽറ്റർ മാസ്ക്. ഒരു ഫിൽറ്റർ മാസ്കിൽ ഇപ്പോൾ നമ്മൾ സപ്പോസ് ഞാനിവിടെ വരച്ച് കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫിൽറ്റർ ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ വലിയൊരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിന് ഒരുപാട് പിക്സൽസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ മുകളിൽ ഒരു മാസ്ക് വെക്കുന്നു. ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഒരു മാസ്ക് വെക്കുന്നു. ഓക്കെ, ഞാനൊരു 3/3 മാസ്ക് ആണെന്ന് വെച്ചെന്ന് വിചാരിക്കുക. മാസ്ക് 3/3 ആണ്. അപ്പൊ ഇതിന്റെ അടിയിലുള്ള ഇത്രയും നമ്പർ ഓഫ് പിക്സൽസ് ഉണ്ടാവും, ഇമേജ് പിക്സൽസ് ഉണ്ടാവും. ഓക്കെ, ഇമേജിന്റെ അടിയിൽ ഇമേജ് പിക്സൽസ് ഉണ്ടാവും അല്ലെ. ആ ഇമേജ് പിക്സൽസിന്റെ മുകളിലാണ് നമ്മൾ ഈ മാസ്ക് വെക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിൽ ഫിൽറ്ററിംഗ് നടക്കുന്നത്? ആക്ച്വലി ലീനിയർ ഫിൽറ്ററിംഗ് ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഈ പിക്സലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ മാസ്കിൽ നമ്മൾ പ്ലേസ് ചെയ്ത പിക്സലിന്റെയും സം ഓഫ് പ്രൊഡക്ട്സ് എടുക്കും. ഓക്കെ, സം ഓഫ് പ്രൊഡക്ട്സ് എടുക്കും. ആ സം ഓഫ് പ്രൊഡക്ട്സ് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് ഓരോ പിക്സലിനെയും റീപ്ലേസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫിൽറ്റർ കോഎഫിഷ്യന്റ്. അതായത് ഫിൽറ്റർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിലുള്ള, അതായത് നമ്മുടെ മാസ്കിലുള്ള പിക്സൽസും അതുപോലെ തന്നെ നമ്മുടെ ഇമേജിലുള്ള പിക്സൽസും അത് തമ്മിലുള്ള അതിനെ മൾട്ടിപ്ലൈ. ഇപ്പൊ സപ്പോസ് ഇവിടെയുള്ള ഇമേജിന്റെ വാല്യൂ ഇപ്പൊ 5 ആണെന്ന് വിചാരിക്കും. അപ്പൊ മാസ്കിന്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കും. മാസ്ക് ഞാൻ ഇവിടെ വെറുതെ എഴുതുവാണ്. അപ്പം ഇങ്ങനെയാണ് മാസ്ക് എന്ന് വിചാരിക്കും. 2 2 2 3 3 3 എന്താ ഇവിടെ ചെയ്യുന്ന വെച്ചാല് നമ്മൾ ടു നമ്മുടെ ഫിൽറ്റർ മാസ്ക് ആണ്. ദാറ്റ് ഈസ് മാസ്കിന്റെ മാസ്ക് കോഎഫിഷ്യന്റ് ആണ്. 2 into
അതിന് നേരെ താഴെയുള്ള ഇമേജിന്റെ കോഎഫിഷ്യന്റ് ഇപ്പൊ സപ്പോസ് 10 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു 10, അടുത്തത് 2 ഇൻറ്റു 9 ആണെങ്കിൽ 9, നെക്സ്റ്റ് 2 ഇൻറ്റു അടുത്ത താഴെയുള്ള ഫിൽറ്റർ ഇമേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണെങ്കിൽ 2 ഇൻറ്റു 7 പ്ലസ് അടുത്ത എന്ത് വരും 3 ഇൻറ്റു അടുത്ത വാല്യൂ, അങ്ങനെ അഗൈൻ 3 ഇൻറ്റു പ്ലസ് 3 ഇൻറ്റു അടുത്ത വാല്യൂ, 3 ഇൻറ്റു അടുത്ത വാല്യൂ പ്ലസ് 1 ഇൻറ്റു അടുത്ത വാല്യൂ, 1 പ്ലസ് 1 ഇൻറ്റു അടുത്ത വാല്യൂ, 1 ഇൻറ്റു അടുത്ത വാല്യൂ. അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു വാല്യൂ എടുക്കും. ഈ രീതിയിൽ ഈ വാല്യൂവിനെ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വാല്യൂവിന്റെ റിലേഷൻ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. So here we are taking the sum of products of filter coefficient as well as image coefficients. Sum of products of mask coefficient and image coefficient. അങ്ങനെ എടുത്ത് റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കി W എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാസ്ക് കോഎഫിഷ്യൻസ് ആണ് അല്ലെ, മാസ്ക് കോഎഫിഷ്യൻസ് ആണ് അവിടെ W എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ W എന്ന് പറയുന്നത് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെയുള്ള ഇമേജ് കോഎഫിഷ്യൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ പിക്സൽസ് ഓഫ് ആൻ ഇമേജ് ആ മാസ്കിന് അണ്ടറിലുള്ള വാല്യൂസ് എടുക്കും, ഇമേജിന്റെ വാല്യൂസ് എടുക്കും, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, സം ഓഫ് പ്രൊഡക്ട്സ് എടുക്കും. അങ്ങനെയാണ് ലീനിയർ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ W ഓഫ് -1 ഇൻറ്റു എന്ത് വരും, f ഓഫ് x-1, y-1. അതാണ് ഇവിടെ ഞാനിപ്പോൾ എഴുതി തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പ്ലസ് W ഓഫ് -1 0 ഇൻറ്റു f ഓഫ് എന്ത് വരും, x-1, y. അങ്ങനെ ഓരോന്നും തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കും, അതിനുശേഷം അതിനെ ആഡ് ചെയ്യും. അങ്ങനെ ആയിരിക്കും റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, so that response is the sum of products of the mask coefficient with the corresponding pixels directly under the mask. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അഭിജിത്ത് ക്ലിയർ ആണോ പറയുന്നത്? ഇനി അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മാസ്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാല്, മാസ്കിന്റെ സെന്റർ ഇപ്പോൾ ഒരു 3x3 ഇമേജ് ആണെങ്കിൽ ആ സെന്റർ പിക്സൽ ഉണ്ടാവും, അത് എപ്പോഴും പിക്സൽ ലൊക്കേഷനായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും വെക്കുക. പ്ലേസ് ദ മാസ്ക് ഓൺ ദി ഇമേജ് ഇൻ സച്ച് എ വേ ദാറ്റ് മാസ്ക് സെന്റർ കോയിൻസൈഡ്സ് വിത്ത് ദ പിക്സൽ ലൊക്കേഷൻ. ഏത് പിക്സലിനാണോ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് ആ പിക്സലിലെ സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യും, സെന്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ മാസ്കിന്റെ സെന്റർ ആ പിക്സലിന്റെ സെന്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലൊക്കേറ്റ് ചെയ്യും. അങ്ങനെ ആയിരിക്കും നമ്മൾ എപ്പോഴും മാസ്ക് പ്രോസസ്സിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതൊന്നും അത്ര നിങ്ങൾക്ക് ആവശ്യമില്ല. ഇതിനെ ജനറലൈസ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കാം. മാസ്ക് പ്രോസസ്സിംഗിന്റെ ജനറലൈസ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ A എന്ന് പറഞ്ഞാൽ m-1/2, n എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ സൈസ് ആയിരിക്കും. ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. g of x വെച്ചാൽ റിസൾട്ട് റീപ്ലേസ്ഡ് പിക്സൽ വാല്യൂ, ദാറ്റ് ഷുഡ് ബി summation s is equal to -a to a and summation t is equal to -b to b. W of st f of x plus s, y plus t. ഓക്കെ, ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ നമ്മൾ ആദ്യം എഴുതിയ റിസൾട്ട് പോലെ വരും. So this is the common expression for mask processing, linear spatial filtering or mask processing. Okay. ഇപ്പൊ ഈ രീതിയിൽ ഇത് മാസ്കിനെ റെപ്രസെന്റ് ചെയ്യും, 3x3 സ്പേഷ്യൽ മാസ്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഈ രീതിയിൽ ഇത് കാണിക്കുന്ന W1 W2 എന്ന് കാണിക്കുന്ന that indicates എന്താണ്, ഫിൽറ്റർ മാസ്ക് കോഎഫിഷ്യൻസ് ആണ്. W1 is the first mask coefficient. ഓക്കെ, W2 W3 ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാസ്കിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതിന് ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ്, നമ്മൾ നേരത്തെ ചെയ്ത റിസൾട്ടിന് ഇപ്പം Z1 Z2 Z3 എന്ന് പറഞ്ഞ എന്താണ്, ഇമേജ് കോഎഫിഷ്യന്റ് ആയിരിക്കും. അപ്പൊ W1 into Z1 plus W2 into Z2 up to Wmn into Zmn ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ഈസ് ദ റെസ്പോൺസ്. ഇങ്ങനെ ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ സ്പേഷ്യൽ ഫിൽറ്ററിങ്ങിന്റെ പല ടൈപ്പ് നമുക്ക് നോക്കാം എന്താണെന്ന്.
This is the principle, basic principle of mask processing. So we created a mask and that will be placed over the image, and we have to compute, or we have to replace that center value, center pixel, by computing the sum of products of filter coefficient or mask coefficient with the image coefficient. So that is the basic principle behind mask processing. Now we have to discuss different spatial filters. Okay. First വരുന്നത് സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് എന്ന് പറയും. സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ്. സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ്. സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ്. സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ബ്ലർ ആണ്. Blurring. Okay. If you need to, the result of spatial smoothing filter will be blurring of the image. Image blur ആയിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. And the application is basically noise reduction. If you want to reduce the noise in an image, you can apply smoothing spatial filter. Okay. അപ്പോൾ അതിന് സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് average filters. The first one is average filter, and the next one is weighted average filter. Weighted average filter. Okay, smoothing spatial filters are two types. What are the average filters and weighted average filters? Okay, but image smoothing എന്ന് പറഞ്ഞാൽ ആക്ച്വലി അല്ലെങ്കിൽ ഈ മാസ് പ്രോസസ്സിംഗ് എങ്ങനെയാണ് സ്മൂത്തിങ് നടക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എന്തായാലും സെൻട്രൽ പിക്സലിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. എങ്ങനെയായിരിക്കും റീപ്ലേസ് ചെയ്യുക? നമ്മൾ ടോട്ടൽ സം ഓഫ് പ്രൊഡക്ട്സ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടോട്ടൽ ഇമേജസ് ടോട്ടൽ വാല്യൂസ് എടുത്തിട്ടുണ്ടാവും. ആ വാല്യൂവിന്റെ ആവറേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ സം ഓഫ് പ്രൊഡക്ട്സ് എടുത്തു, അതിനെന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് പിക്സലോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ എടുത്തു, ഒരു പോർഷൻ എടുത്തു, മാസ്ക് നമ്മൾ വെച്ചു. ആ ഇമേജിലെ ടോട്ടൽ ചുറ്റിലുള്ള പിക്സൽസിന്റെ എല്ലാം ആവറേജ് എടുക്കുന്നു, സം എടുത്തിട്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ ദ വാല്യൂ ഓഫ് പെർട്ടിക്കുലർ ലൊക്കേഷൻ xy is the processed image is the average of all pixel values in the neighborhood of x and y. xy എന്ന് പറഞ്ഞ ഒരു പിക്സൽ വാല്യൂ ലൊക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. xy എന്ന് പറഞ്ഞ ഒരു പിക്സൽ ലൊക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇമേജ്. ഓക്കെ, അപ്പോൾ xy നെ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാം. ഇതിന് ചുറ്റിലുള്ള നെയ്ബർഹുഡ് പിക്സൽസിന്റെ എല്ലാത്തിന്റെ എന്ത് ചെയ്യുക? സം എടുക്കും. ഇതിന്റെയും ഇതടക്കമുള്ള എല്ലാ വാല്യൂസിന്റെ സം എടുത്ത് അതിന് എത്ര വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും? ഈ കേസിൽ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും? ഇത് 3/3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 3/3 മാസ്ക് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും? പറ. 9 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ ഈ ടോട്ടൽ സം എടുത്തിട്ട് അതിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യും. അതിനെയാണ് ആവറേജ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ഇത് യൂസ് ചെയ്തത് ആക്ച്വലി എന്തിനാണ്? ബ്ലറിങ്ങിനാണ് കേട്ടോ. നോയിസ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സമയമായില്ലേ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് ഓർത്ത് വെക്കും.